നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് കാണിച്ചു തന്ന ഒരു അമ്മയാണ് ഇന്ന് ലേഡീസ് ബാൻഡിൽ അതിഥിയായി എത്തുന്നത്. 64-ാം വയസ്സിൽ സ്റ്റേജിനെ ഇളക്കി മറിക്കുന്ന തകർപ്പൻ ഡാൻസുമായി എത്തി ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈയടക്കിയ ലീലാമ്മ. ആഹ്ലാദവും ആവേശവും ഒരുപോലെ ചുവടുകളിൽ നിറച്ച ലീലാമ്മ നിമിഷങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയ വാളുകളിലെ ഹീറോ ആയി മാറിയത്. മധുരക്കിനാവിനൊപ്പമുള്ള ലീലാമ്മയുടെ ആവേശം എത്രയോ അമ്മമാർക്ക് പ്രായം മറന്നു മുന്നേറാനുള്ള വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ലീലാമ്മ മാത്രമല്ല, ലീലാമ്മ ഇങ്ങനെ ഹിറ്റാക്കിയ മകൻ സന്തോഷും നമുക്കൊപ്പം ഇപ്പോൾ അതിഥിയായി ചേരുന്നുണ്ട്. സ്വാഗതം രണ്ടു പേർക്കും ലേഡീസ് ബാൻഡിലേക്ക്. ആദ്യം തന്നെ ലീലാമ്മ എന്തായി കാണുന്നത്? അങ്ങ് തകർക്കുവാണല്ലോ. അതുമാത്രം ഏറ്റവും രസകരമായ ഒരു കാര്യം, ലീലാമ്മയ്ക്കൊപ്പം വന്ന വേദിയിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ലീലാമ്മ അങ്ങോട്ട് മുന്നോട്ട് എത്തിയ സമയത്ത് കുട്ടികളൊക്കെ സൈഡിലോട്ട് മാറുവാണ്. എന്തായി കണ്ടതൊക്കെ? എന്താ പറയാനാ, അത് അങ്ങനെ ഒരു അവസരത്തിലുള്ള അടി അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. എവിടെന്നാ ഈ എനർജിയൊക്കെ ഇതിന് മാത്രം കിട്ടി? ഞങ്ങളൊക്കെ ആഗ്രഹിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ കളിക്കാൻ നമുക്ക് പറ്റിയിരുന്നെങ്കിൽ. പക്ഷേ ഈ പിള്ളേരെയൊക്കെ അങ്ങോട്ട് വകച്ച് മാറ്റിക്കൊണ്ട് അങ്ങോട്ട് 64 വയസ്സെന്നൊക്കെ പറഞ്ഞ ആളുകൾ വിശ്വസിക്കും 64 വയസ്സുണ്ടെന്ന്. അമ്മാതിരി കളിയല്ലേ കളിക്കുന്നേ? അതൊക്കെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. ആ സമയത്ത് ആടാനും തോന്നിയതും. ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ടോ ലീലാമ്മ? ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ചെറുപ്പത്തില്? കുറച്ചൊക്കെ, അല്ലാണ്ട് അങ്ങനെയൊന്നും കാര്യമായിട്ടില്ല. ഈ ചെറുപ്പത്തില് ഡാൻസ് പഠിച്ച ഒരാളാണോ, അല്ലെ ഒരുപാട് വർഷം ഡാൻസ് കളിച്ച ഒരാളാണെന്ന് മാത്രമേ തോന്നത്തുള്ളൂ? ഇങ്ങനെ വല്ലപ്പോഴും ഡാൻസ് കളിച്ച് പരിചയമുള്ള ഒരാളാണെന്നൊന്നും അല്ല നമുക്ക് തോന്നുക. അത് മാത്രമല്ല, സാധാരണ ഒരു ഡാൻസ് അല്ല, ഈ ഫാസ്റ്റ് നമ്പർ ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ പണ്ടത്തെ ഈ ഡിസ്കോ മോഡൽ ഡാൻസ് പോലെയാണ് എനിക്ക് തോന്നിയത്. എങ്ങനെയാണ് ഇതിലേക്കൊക്കെ എത്തിയത്? TV-യിലൊക്കെ കണ്ടിട്ട് പഠിച്ചതാണോ? അല്ല, അങ്ങനെയല്ല. നമ്മള് വീട്ടില് സാധാരണ ഒരു രസത്തിനെങ്ങനെ ആടും, അത്ര. അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. അല്ലാണ്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഓക്കെ, സന്തോഷേട്ടാ, യഥാർത്ഥ ജീവിതത്തിലും അമ്മ ഇങ്ങനെ സൂപ്പർ തന്നെയാണോ ഡാൻസ് പോലെ തന്നെ? ഡാൻസ് ഇതുപോലെ ഡാൻസ് കളിക്കും, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിപ്പോ അല്ല TV-യിലോ അതിലൊക്കെ പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മൂളിപ്പാട്ടുമായിട്ട് TV-യിലും കണ്ടിങ്ങനെ നടക്കും, കളിക്കും ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ നിന്നോ അല്ലെങ്കിൽ റൂമിൽ നിന്നൊക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനെയുള്ള വേദി കിട്ടുമ്പോഴാണ് കുറച്ചുകൂടിയും ആക്റ്റീവ് ആവണത്. അത് ആ സ്പോട്ടിൽ ഇപ്പോൾ ഇതുപോലെ നമ്മുടെ ഫാമിലി തന്നെ ഒരു വേദി കിട്ടുമ്പോൾ അതിനകത്ത് കയറിയാണ് പിടയ്ക്കും. അപ്പൊ ആ സ്പോട്ടിലാണ് ഈ സ്റ്റെപ്പുകളൊക്കെ എടുക്കുക. അല്ലാണ്ട് വേറെ അതിന് മുമ്പ് ഒരു പ്രിപ്പയറിംഗ് ഒന്നുമില്ല. അതിന് ആ സ്പോട്ടിൽ കയറും, ആ തോന്നുന്ന സ്റ്റെപ്പ് ഇട്ടാ കളിക്കുക. അത് ഏതൊക്കെ സ്റ്റെപ്പാന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അവർ കൂടെ നിൽക്കുന്ന പിള്ളേർക്ക് പോലും കളിക്കാൻ പറ്റില്ല, എത്തിപ്പിടിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കളിക്കും. അപ്പൊ എനർജിയാണ് എന്തിനും, ഇങ്ങനെ കാര്യങ്ങൾക്കും ഭയങ്കര എനർജിയാണ്, ആഗ്രഹമാണ്. അതെ, ആ എനർജിയാണ്, അതൊരു രക്ഷയുമില്ല. കാരണം കളി ഡാൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് ഡാൻസ് ആണ് അത്, ഒരു രക്ഷയുമില്ല. ഞാൻ അത് തുടക്കത്തിൽ പറഞ്ഞു, കൂടെ നിൽക്കുന്ന കുട്ടികളൊക്കെ ഒരു സൈഡിലോട്ട് മാറിപ്പോയി, അമ്മ തന്നെ മതി സ്റ്റേജ് മുഴുവൻ എന്നുള്ളൊരു തരത്തിലേക്കാണ് അന്ന് നമ്മൾ അത് കണ്ടത്. ലീലാമ്മേ, അന്ന് ആ കല്യാണ വീട്ടിൽ ആ ഡാൻസ് കളിക്കാൻ ലീലാമ്മയ്ക്ക് സ്വയം തോന്നിയതായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതാണോ, അല്ലെങ്കിൽ മകൻ പറഞ്ഞതാണോ അമ്മ പോയി കളിക്കുക എന്ന് പറഞ്ഞതിന്റെ പുറത്താണോ പോയത്? അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നത് കണ്ടപ്പം ലീലാമ്മയ്ക്കും എനിക്കും ഒന്ന് കളിച്ചാൽ കൊള്ളാം എന്ന് തോന്നി പോയതാണോ? അല്ല, ഞങ്ങളിങ്ങനെ കാണുന്ന സമയത്ത് ഇരുന്ന് അപ്പൊ മോൻ പറഞ്ഞു, അമ്മയ്ക്ക് ഡാൻസ് ആടിന് കയറി അടിക്കുക കുഴപ്പമൊന്നുമില്ല. എന്നാ പറഞ്ഞ ആടാ മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ കയറി ആടിയതാണത്. അത് ഇത്ര വൈറലാവും എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഓർക്കണം പോലും അങ്ങനെ സംഗതി തന്നെ. ഇത് ഇങ്ങനെ വൈറലായതിനു ശേഷം ഞങ്ങൾ മാധ്യമങ്ങളടക്കം ലീലാമ്മയെ വിടാതെ പിടിച്ചാടുന്ന കേട്ടുന്നു. എല്ലാവരും വീട്ടിൽ വരുന്നു, വിശേഷങ്ങൾ അറിയുന്നു, ഡാൻസ്, അവർക്കൊപ്പം ഡാൻസ് കളിക്കുന്നു. അപ്പോൾ ഈ മാധ്യമങ്ങൾക്ക് വേണ്ടി ഡാൻസ് കളിച്ച് കളിച്ച് മതിയായോ?
മതിയാകാതെ കുറച്ചൊന്ന് body കുഴഞ്ഞു നല്ല വേദനയായിരിക്കും. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങട് ഓക്കെ, സന്തോഷേട്ടാ, ഈ ഒരു വീഡിയോ സന്തോഷേട്ടനാണോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്? ഓ ശരി. ഇത് ഇങ്ങനെ അതെ അതെ ഞാൻ തന്നെയാണ് അത്. ശരിക്കും പറഞ്ഞ പറഞ്ഞോളൂ. ഞാനൊരു നിമിത്തമായെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് ആ പരിപാടി ഡാൻസ് കളിക്കാൻ ഞാൻ കയറാൻ പറഞ്ഞു, കളിച്ചു, ഞാൻ തന്നെ വീഡിയോ എടുത്തു, അങ്ങനെ ഇട്ടതാണത്. ശരി. ഈ വീഡിയോ ഇത്ര വൈറലായി, ഭയങ്കരമായിട്ട് ഹിറ്റായി, സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തു എന്ന് സന്തോഷേട്ടൻ അറിയുന്നത് എപ്പോഴായിരുന്നു? ആരെങ്കിലും പറഞ്ഞതാണോ അല്ലെങ്കിൽ കണ്ടതാണോ? അല്ല, ഞാൻ എന്നോട് വിളിച്ചു പറഞ്ഞതാണ്. നമ്മുടെ എന്റെ വൈഫിന്റെ ചേച്ചിയുടെ മകൻ ഇവിടെ മാഹിന്ന് റോയ് എന്ന് പറയും, റോയ് നേബേഴ്സ്. അവനാണ് എന്നെ ഒരു ദിവസം, ഇത് ശനിയാഴ്ചയാണ് ഈ ഡാൻസ് നടക്കുന്നത് രാത്രി. പിറ്റേ ദിവസം രാവിലെ എന്നെ വിളിച്ചു ചോദിച്ചു, മാമ വല്ല അറിഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താണ്? ആ അമ്മയുടെ വീഡിയോ വൈറലായി മാമാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ, ഞാനും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ അവൻ വിളിച്ചൊരു മാമ ഫേസ്ബുക്ക് എടുത്ത് നോക്ക്, വൈറലായിട്ടുണ്ട്, നേരെ കയറി കൊളുത്തിയിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിയിൽ എന്നെ അവൻ വിളിച്ചു പറയുന്നത്. പിന്നെ അങ്ങനെ പലരും അവിടെ ഇവിടുന്നൊക്കെ ആയിട്ട് ഓരോരുത്തർ വിളിച്ച് പറഞ്ഞിങ്ങനെ. പിന്നെ വന്ന് ഫോൺ വെച്ചിട്ടില്ല, എന്റെ ചെവിട്ടിന്ന് എടുത്തിട്ടില്ല ഫോൺ. അത്രയും കോളുകൾ ഇഷ്ടം പോലെ അമ്മയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അതിലൂടെ എന്നെയും വിളിച്ചു ചോദിച്ചു, ചേട്ടാ അങ്ങനെ ചെയ്ത് നന്നായി, നല്ല കാര്യം, അങ്ങനെ. അപ്പൊ നമ്മുടെ മനസ്സിൽ ആ സമയത്ത് തോന്നിയാറുകൊണ്ട് അങ്ങനെ ഇട്ടതാണ്. ആ സമയത്ത് ഞാൻ വീഡിയോ ഇട്ടു. അത് ഇങ്ങനെ കയറി വൈറലാവുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിട്ടില്ല കേട്ടോ. ഒരു രസത്തിന് അങ്ങനെ ഇട്ടതാണ്. എന്തായാലും ഒരു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്. വേൾഡ് മൊത്തം അത്, മലയാളികളുള്ള എല്ലാ സ്ഥലത്തും ഇപ്പൊ അത് ഇതിങ്ങനെ അറിഞ്ഞു, നല്ല അങ്ങനെ വൈറലായി. അത് അത്രയും അറിഞ്ഞു എല്ലാരും. അതാണ് ഒരു ഭാഗ്യം തന്നെയാണത്. പിന്നെ കുറെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ അങ്ങനെ ഡാൻസ് കളിക്കുമ്പോ ഞങ്ങളോട് പറയും, ഒന്ന് ഇടുപോലെ. ഞങ്ങളോടല്ല, പിള്ളേരോടൊക്കെ പറയും, എടാ എന്റെ ഡാൻസ് അതിനൊക്കെ ഇതിലേക്ക് ഇടൊന്ന് ഇട്ടുക. പക്ഷെ പിള്ളേരത് ആ സമയത്ത് തിരക്കായിരിക്കും, അത് ഇട്ട് കൊടുക്കും ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ റീൽസ് പോലെയൊക്കെ ഇടും, റീൽസിൽ ചെയ്യുമായിരുന്നു. പക്ഷെ ഇത്രയും അങ്ങനെ ഇതാവുന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല. എന്തോ ദൈവഗുരുത്വം. അതെ. ലീലാമ്മേ, ഇതിനൊരു ചാൻസ് ഇതുപോലെ ഒരു ഇതിന്റെ വേണ്ടി ചാൻസിന് വന്നിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. പറഞ്ഞോളൂ. അത് ശരി. അതെന്തായിരുന്നു സംഭവം? അതൊരു പ്രായം കൂടുതലാന്ന് പറഞ്ഞപ്പോ ഒരു ഇതില് മാറ്റി നിർത്തിയാൽ മതി. അത് ഭയങ്കര വിഷമായി പോയി. അപ്പൊ നീക്കി നിർത്തിയായിരുന്നു. ശരി. അങ്ങനെ പ്രായം കൂടുതലാന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ആളുകളൊക്കെയാണ് ഇപ്പം അംഗീകാരമായിട്ട് വീട്ടിലോട്ട് തേടി വരുന്നത് അല്ലേ? ഓക്കെ. ലീലാമ്മ, ഇങ്ങനെ അവരുടേതായ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മാറ്റി നിർത്തിയത് കേട്ടോ. അതെ. ഓ ശരി. എന്തായാലും മാറ്റി നിർത്തിയതൊക്കെ ഡാൻസ് കളിക്കണം. അപ്പൊ ഇത്ര പ്രായമുള്ള കളിക്കോന്നൊരു. അതെ അതെ. ഓക്കെ. ലീലാമ്മ, നാട്ടിലുള്ള പരിപാടികളിലൊക്കെ ലീലാമ്മ ഇങ്ങനെ പങ്കെടുക്കാറുണ്ടോ? അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ ആ ഒരു കല്യാണ വീട്ടിൽ ആ ഒരു വേദിയിൽ കയറുന്നത്? എന്താണ്, ആദ്യമായിട്ട് കയറിയ വേദി ആയിരുന്നോ അത്? അതെ 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 അതവിടെ ആദ്യമായിട്ട് അവിടെ കയറിയതാ കല്യാണ വീട്ടില്. ശരി. ആ ഒറ്റ ആദ്യമായിട്ട് കയറിയ വേദിയിൽ തകർത്തു. അപ്പൊ അങ്ങനെ ആഗ്രഹം തോന്നി. അപ്പൊ ദൈവം അങ്ങനെ ഒരു അവസരം തന്നു, അതാടി, അത്ര തന്നെ. ഈ വേദിയെ മൊത്തം ഇളക്കി മറിച്ച ആൾക്ക് ഞങ്ങളോട് ഇപ്പൊ സംസാരിക്കാൻ എന്തോ ഒരു ചെറിയ മടിയുണ്ടോ? അങ്ങനെയില്ല. നമ്മളിപ്പോ കാര്യമായിട്ട് അയ്യോ ഒരു മടിയില്ല. എന്തായാലും ചോദിച്ചിട്ട് മറുപടി ഒരു കുഴപ്പമില്ല പറയണേന്. അതിനെന്താ, ഒരു മടിയില്ല. ഓക്കെ. ലീലാമ്മേ, ഒരുപാട് ആളുകൾ അഭിനന്ദന പ്രവാഹമാണ് ലീലാമ്മയ്ക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായി നമ്മുടെ മന്ത്രി അടക്കം ലീലാമ്മയുടെ ഡാൻസ് പോസ്റ്റ് ചെയ്യുന്നു, അത് വൈറലാവുന്നു, വീണ്ടും വൈറലാവുന്നു. ഏറ്റവും പുതിയൊരു വിശേഷം, സിനിമയിലേക്ക് കാണാൻ വല്ല ഓഫറും വന്നിട്ടുണ്ടോ ലീലാമ്മയ്ക്ക് ഇപ്പം?
ഓപ്പൺ എന്നൊക്കെ ഓരോ സ്ഥലത്തൊക്കെ എന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ മോനോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടുള്ള അറിവ് ഇട്ടിട്ടുള്ളൂ. എനിക്ക് നേരിട്ടിട്ടില്ല. കൊച്ചിന്റെ അടുത്താണ് പറയുന്നത്, സന്തോഷിന്റെ അടുത്ത്. അങ്ങനെ ഒരു പ്രത്യേകിച്ചായിട്ട് എന്റെ അടുത്തില്ല. അത് കൊച്ചോറും അങ്ങനെ മോൻ ചോദിക്കുമ്പോ അതിന്റെ അടുത്തിട്ട് നീങ്ങുന്നല്ലാണ്ട് കൊച്ചെടുത്ത് വരുന്നുണ്ട്. ശരി. മോനെ സന്തോഷം. അങ്ങനെ സിനിമയിൽ നിന്ന് നല്ലൊരു ഓഫർ വരുവാണെങ്കിൽ സ്വീകരിക്കുമോ? അത് രണ്ട് കൈ നീട്ടി പോവോ സിനിമയിൽ അഭിനയിക്കാൻ? നാളെ ഞങ്ങൾ വെള്ളിത്തിരയിലും കൂടെ കാണുമോ? അതിനെന്താ, ദൈവം ആയിക്കോട്ടെ. ദൈവം അങ്ങനെ ഒരു അവസരം തന്നാ തീർച്ചയായിട്ടും അത് അവതരിപ്പിക്കാനുള്ള ആഗ്രഹമുണ്ട്. ചെയ്യാൻ അവസരം തരട്ടെ ദൈവം. ഏത് തരത്തിലുള്ള പാട്ടുകൾക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടം? പണ്ടത്തെ ലീലാമ്മയുടെ ഒക്കെ കാലത്തുള്ള ആ പാട്ടുകൾക്ക് തന്നെയാണോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇതേപോലത്തെ ഫാസ്റ്റ് നമ്പർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കൈ നോക്കാൻ തയ്യാറാണോ? നമുക്കൊരേ നോക്കാം, അത്രേ ഉള്ളൂ. പിന്നെ പഴയ പാട്ടെന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ പാട്ടൊക്കെ അല്ലേ, അപ്പൊ അതിനോടൊക്കെ ഒരു താല്പര്യമുള്ള പഴയ ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഡാൻസർ വേറൊരു മോഡലൊക്കെ അല്ലേ, അപ്പൊ അതുകൊണ്ടൊരു മടി ഉണ്ട്. എന്നാലും അത് ആടി നോക്കാതെ അപ്പോഴും ഉണ്ട് മനസ്സിൽ. ശരി. ഇപ്പം ലീലാമ്മയും മകനും ഒക്കെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ആളുകൾ തിരിച്ചറിയുന്നുണ്ടോ, ഇതേ ആ വൈറലായ ഡാൻസ് അമ്മൂമ്മ പോന്നു എന്നൊക്കെ പറയുന്നുണ്ടോ ആളുകള്? ചോദിച്ചു തുടങ്ങിയ ആൾക്കാര് ചോദിച്ചു തുടങ്ങി. നാട്ടിലൊക്കെ വന്നപ്പോഴും ചോദിച്ചോണ്ടിരിക്കുക ആൾക്കാര്. അത് ശരി. സെൽഫി എടുക്കാനൊക്കെ ആളുകൾ വരുന്നുണ്ടോ? വന്നുണ്ട് വന്നുകൊണ്ട്. ഓക്കെ. സന്തോഷ് ചേട്ടാ, സാധാരണ അമ്മമാർക്കൊക്കെ ഒരു പ്രായമായി കഴിഞ്ഞാൽ പൊതുവെ മക്കളൊക്കെ പറയും, അല്ലെങ്കിൽ അങ്ങനെ വേദികളിലോട്ട് വരാൻ പൊതുവെ അമ്മമാര്, മക്കൾ തയ്യാറായാൽ പോലും അമ്മമാര് തയ്യാറാവാറില്ല. പൊതുവെ ചില ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ പോലും മക്കളുടെ ഭാഗത്തു നിന്നൊക്കെ എത്രമാത്രം സപ്പോർട്ട് ഉണ്ടാകുമെന്ന ചോദ്യത്തിന് ഒരു പക്ഷെ അത് കുറവായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇവിടെ വ്യത്യസ്തനാവുകയാണ് ലീലാമ്മയുടെ മകനായ സന്തോഷ് ചേട്ടൻ. അമ്മ തകർത്തോ എന്ന് പറയുകയാണ്. അത് ഒരുപാട് മക്കൾക്കൊരു പ്രചോദനമാണ്. അല്ലെങ്കിൽ നമ്മളുടെ അമ്മമാരുടെ ഒക്കെ കഴിവ് അവര് ഏത് വേദിയിലും കാണിക്കട്ടെ എന്ന് പറയുന്നൊരു ധൈര്യം കൊടുത്ത മകനാണ്. എന്താണ് സന്തോഷ് ചേട്ടന് പറയാനുള്ളത് ഇത് ഇത്രമാത്രം വൈറലായ ഒരു സാഹചര്യത്തിൽ? ഇത്രമാത്രം പറയാൻ ഒരു കാരണം, ഇതിപ്പോ ഞാനൊരു മാതൃകയാണ് അമ്മയ്ക്ക്. അപ്പൊ അമ്മയ്ക്കെന്നല്ല, ഇതുപോലെ മക്കളുണ്ടെങ്കിൽ ആ കാരണന്മാരുണ്ടെങ്കിലും ആ കാരണന്മാരെ പ്രോത്സാഹനം ചെയ്യുക. കാരണം അവർക്ക് പാട്ടോ ഡാൻസോ മറ്റുള്ള എന്ത് കഴിവുണ്ടെങ്കിലും അവരെ നമ്മൾ ഒരു പ്രോത്സാഹനം കൊടുക്കുക. അവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊക്കിയിട്ട് കൊടുക്കുക. കാരണം അവർ ഈ പ്രായമുള്ള സമയത്തും അവർക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹം മനസ്സിൽ കിടന്ന് ചിലപ്പോൾ വിങ്ങനുണ്ടാവും, ചെയ്യാനുള്ളൊരു അവസരം കിട്ടാൻ വേണ്ടി. അത് ഓരോ അമ്മമാർക്കും ഉണ്ടാവും. അത് അമ്മമാർക്ക് മാത്രമല്ല, ഇപ്പോൾ ഇനിയിപ്പോൾ അച്ഛന്മാർക്കും ഉണ്ടാവും അവരുടേതായ കഴിവ്. കാരണന്മാർക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങൾ പലതും ഉണ്ടാവും. അപ്പൊ അവർക്ക് നമ്മൾ മക്കളെ അറിഞ്ഞ് ഒരു സപ്പോർട്ട് ഒന്ന് പൊന്തിച്ചു കൊടുത്താൽ നിങ്ങൾക്ക്, അപ്പൊ അവർക്കൊന്ന് കയറി ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആ സ്റ്റെപ്പിൽ കൂടെ കയറി പൊക്കോളും. അപ്പൊ അവർക്കൊരു അവസരം നമ്മൾ മക്കള് ചെയ്തു കൊടുക്കണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ കാരണന്മാരുടെ ഒരു ചിലപ്പോൾ ചെറുപ്പമുള്ളൊരു കല പ്രായമായിട്ടായിരിക്കും അവർക്ക് അതൊന്നും പിന്നെയും ചെയ്യാനും അല്ല ഡാൻസ് കളിക്കാനും അല്ലെങ്കിൽ പാടാനും ഒന്നൊരു ആഗ്രഹം ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ തലമുറകൾക്ക് അങ്ങനത്തെ താല്പര്യം ഉണ്ടാവില്ല. എന്നാലും അവരൊക്കെ കൂടി പറയണം, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരൊക്കെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പൊ എന്റെ അമ്മ ഇങ്ങനെ വൈറലായതുകൊണ്ട് മാത്രം കൂടിയല്ല ഞാൻ ഈ പറയുന്നത്, അല്ലാണ്ട് തന്നെ കൂടി ഞാൻ പറയാണ്, എല്ലാവരും അതുപോലെ ചെയ്യണം. അവരെ കലയോ അല്ല അവരെ കഴിവോ മൂടിക്കളയരുത് ദയവ് ചെയ്ത്. സന്തോഷേട്ടാ, ലീലാമ്മ വീട്ടിൽ എങ്ങനെയാണ്? ഇതേപോലെ ഫുൾ എനർജിയിൽ തന്നെയാണ് ലീലാമ്മ? എപ്പോഴും ഒരു പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയാണ് നമുക്ക് ഇപ്പോഴും ഈ സ്ക്രീനിലും കാണാൻ സാധിക്കുന്നത്. ഞാൻ കണ്ട വീഡിയോകളിലാണെങ്കിലും ഒക്കെ എപ്പോഴും ഒരു ചിരി മുഖത്തുള്ള ഒരാളാണ്. അപ്പം എപ്പോഴും സന്തോഷവതിയായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണോ? ചുമ്മാ നടക്കുമ്പോഴും സംസാരിക്കുമ്പോൾ ഒക്കെ ഒരു സ്റ്റെപ്പ് ഇട്ട് നടക്കുന്ന ഒരാളാണോ ലീലാമ്മ? അങ്ങനെയൊന്നുമല്ല. അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പക്ഷെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ എപ്പോഴും മൊബൈലിലാണെങ്കിൽ പാട്ടുകൾ കാണും. പിന്നെ കിച്ചണിലൊക്കെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഇപ്പൊ ഞാൻ ആ കിച്ചണിൽ തൊട്ടടുത്ത് തന്നെ TV ഇരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും പാട്ട് വെക്കുമ്പോൾ ഓടി വരും, ഓടി നോക്കും, അതൊക്കെ നോക്കിയൊക്കെ ഇരിക്കും.
അങ്ങനെ ചിലവ് നോക്കിയും ആ പാട്ട് ആ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വന്നിട്ട് അത് കണ്ട് ചിലപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ കാണണ്ടാവില്ലായിരിക്കും, അപ്പുറത്തുനിന്ന് ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റെപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഡാൻസിന്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെ വന്നാലും ആ സ്പോട്ടിൽ കയറി എങ്ങനെയും എന്തൊക്കെ കാണിച്ചാലും കളിക്കും. അത് ഏത് പാട്ടിട്ട് കൊടുത്താലും, ഇപ്പൊ ഷീലാമ്മയുടെ പാട്ടിട്ട് കൊടുക്കുകയാണെങ്കിലും ജയഭാരതിയമ്മയുടെ പാട്ടിട്ട് കൊടുക്കുകയാണെങ്കിലും ആ ലെവലില് ശരിക്കും പറഞ്ഞാൽ അതുപോലെ ഒക്കെ അഭിനയിക്കും. പിന്നെ ഫാസ്റ്റ് നമ്പർ ഇപ്പോൾ തമിഴാണെങ്കിലും മലയാളമാണെങ്കിലും അതും അത്യാവശ്യം ഭയങ്കര അത്യാവശ്യം സ്റ്റെപ്പൊക്കെ എടുത്ത് കളിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ മനസ്സിൽ തോന്നണ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഫ്രീ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ അതുപോലെ എന്തെങ്കിലും കരകൗശലങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് അതകത്ത് റൂമിൽ ഇരിക്കും. എന്തെങ്കിലും സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര അങ്ങനെയുള്ള ഹോബികളൊക്കെ ഉള്ള ആളാണ്. ലീലാമ്മേ, നമ്മൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് പൊതുവേ തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഈ കല്യാണ വീടുകളിലൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ട്, വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ഈ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നടക്കും. അപ്പം ലീലാമ്മയുടെ വീഡിയോ കാണുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് ഇത് പഠിച്ചു ചെയ്യുകയാണ്, പക്ഷെ പിന്നെയാണ് ലീലാമ്മയോട് സംസാരിക്കുമ്പോൾ ആണ് ഒരു പ്രാക്ടീസും ഇല്ലാതെ ആ സ്പോട്ടിൽ ചെയ്തൊരു ഡാൻസ് ആണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എങ്ങനെയാണ് ഈ സ്റ്റെപ്പൊക്കെ പഠിക്കുന്നത്? ഇതേപോലെ ഇപ്പം നേരത്തെ മകൻ പറഞ്ഞതുപോലെ ടി വി കണ്ട് അല്ലെങ്കിൽ ടി വിയിൽ സ്റ്റെപ്പ് കണ്ട് അങ്ങ് പഠിക്കുക തന്നെയാണോ? അല്ല, അത് മാത്രല്ല, എന്റെ ഉള്ളില് ആ സമയത്ത് എന്ത് സ്റ്റെപ്പ് കിട്ടണോ അതൊന്ന് ആ സ്റ്റെപ്പ് അപ്പൊ എടുക്കാണ്. ഏതെല്ലാം മോഡലിൽ എന്റെ മനസ്സിൽ കാണും, അപ്പൊ തന്നെ അത് ആ സമയത്ത് അങ്ങോട്ട് ചെയ്യണമെന്നുള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് അത് നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ടോ നേരത്തെ മാറി എടുത്തോട്ടല്ല. ആ സമയത്ത് ഒരു കഴിവ് കിട്ടുമ്പോൾ ആ കഴിവിനനുസരിച്ച് ആ സ്റ്റെപ്പ് അങ്ങ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ശരി. ഈ ലീലാമ്മയുടെ പ്രായത്തിലുള്ള ആളുകളൊക്കെ പൊതുവെ വീട്ടില് ഒതുങ്ങിക്കൂടാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും, അമ്മമാരായിരിക്കും, അച്ഛന്മാരായിരിക്കും. അവിടെയാണ് നമ്മുടെ എറണാകുളംകാരി ലീലാമ്മ വ്യത്യസ്തയാവുന്നത്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഇങ്ങനെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ആളുകളോടൊക്കെ കേറി വാ എന്നാണോ എല്ലാവരോടും പറയാനുള്ളത്? അതാണ് വേണ്ടത്. അല്ലാണ്ട് അടുക്കള കയറിയാൽ മാത്രം തന്നെ ഇരുന്ന് പാട്ടറിയുന്ന ആൾക്കാരുണ്ടാവും, ഡാൻസ് അറിയുന്ന ആൾക്കാരുണ്ടാവും. അവരോടും ഇത് തന്നെ പറയുള്ളൂ, നിങ്ങൾ ആരും അടുക്കളയെ ഒതുങ്ങി കൂടരുത്, പുറത്തോട്ട് ഇറങ്ങി വന്ന് ഇത് അവതരിപ്പിച്ച് നമുക്ക് ആനന്ദിച്ച് ഉല്ലാസിച്ച് ജീവിച്ചു പോകണം. അതാണ് വേണ്ടത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ അവരോടാണെങ്കിലും. അതെ, ലീലാമ്മ ഡാൻസിൽ മാത്രമല്ല, ഡാൻസ് ഇപ്പൊ അവിടുന്ന് കളിപ്പിക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിലോട്ട് കിടക്കാത്തത്. ലീലാമ്മ പക്ഷെ ഡാൻസിൽ മാത്രമല്ല പാട്ടിലും താരമാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു 2 വരി തങ്ങൾക്കായിട്ട് പാടുവോ ഫുൾ എനർജിയില്? അയ്യോ പാട്ടിനോ അതല്ല മേഡം, പാട്ടിനോട് വലിയ ഇതൊന്നുമില്ല എനിക്ക്. അതാണ് പാട്ട് ഞാൻ അങ്ങനെ വയ്ക്കി ഏതെങ്കിലും പഴയ പാട്ട് 2 വരി പാടാന്നല്ലാണ്ട് പാട്ടിനോട് എനിക്കറിയാൻ പാടില്ല. 2 വരി പഴയ പാട്ട് പാടാം. പൂന്തേനരുവി പൊന്മണി പുഴയുടെ കരുകത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഗം പൂന്തേനരുവി. കൂടുതൽ പാടാൻ വലിയ പ്രാക്ടീസ് പോരാ. ഓക്കെ, എന്തായാലും ഡാൻസിൽ മാത്രമല്ല പാട്ടിലും ലീലാമ്മ സ്റ്റാർ ആണെന്ന് തെളിയിച്ചു. ഇപ്പൊ സിനിമയിലൊക്കെ ഓഫർ വന്നെന്ന് നമ്മൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഉടൻ വരുമെന്നുള്ള പ്രതീക്ഷയാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ വിളിച്ചാൽ പോവോ ലീലാമ്മ? അതിനെന്താ, തീർച്ചയായിട്ടും പോകും. വിളിച്ചു കഴിഞ്ഞാ ഒരു മടിയില്ല, വിളിച്ചോ. നമ്മൾ പറ്റുന്ന കല അവിടെ അവതരിപ്പിക്കും, തീർച്ചയായിട്ടും പോകും. ശരി, അമ്മയുടെ ഹോബി എന്താണ്? ഈ ഡാൻസ് അല്ലാതെ വീട്ടിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ? അപ്പൊ വീട്ടിൽ നിന്ന് പാട്ടൊക്കെ പാടാറുണ്ടോ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ? അയ്യോ, പാട്ട് ഇങ്ങനത്തെ 2 വരി, അല്ലാണ്ട് പാട്ടിന്റെ ആളല്ല. ഇങ്ങനെയൊക്കെ പാടുന്നല്ലാണ്ടില്ല, അങ്ങനെ പാട്ടിനോടൊന്നും വലിയ പ്രാക്ടീസ് ഒന്നുമില്ല. നമ്മൾ ഡാൻസ് മാസ്റ്റർ വിക്രമാണ് അല്ലേ? ഡാൻസ് ആണ് നമ്മുടെ ഐറ്റം. പിന്നെ അത് മാത്രല്ല, ഹലോ വേറെ കാര്യം പറയട്ടെ. ഇങ്ങനെയുള്ളൊരു
ഇങ്ങനെ സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു വേദിയിൽ ഇരിക്കുമ്പോഴുള്ളൊരു ടെൻഷൻ കൂടി അമ്മയ്ക്കുണ്ട്. കാരണം ഇങ്ങനെ ഇരുന്ന് ശീലമില്ല, ഇങ്ങനെ സംസാരിച്ച് ശീലമില്ല. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ അമ്മയ്ക്കുണ്ട്. അത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അവിടെ ഓരോ ചാനലുകാര് വന്നപ്പോഴും ഓരോ കാര്യം സംസാരിക്കുമ്പോഴും ഞാൻ പറയാം, അമ്മ ഇങ്ങനെ സംസാരിച്ചോണം, അമ്മ ടെൻഷൻ അടിക്കണ്ട, സംസാരിച്ചോ, മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി, പേടിക്കണ്ട, അങ്ങനെയാണ്. ഇവിടെ വന്നപ്പോഴും ഉണ്ടല്ലേ, പാട്ടൊക്കെ അത്യാവശ്യം നന്നായി പാടുന്നൊക്കെ ആള് തന്നെയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ സത്യം പറഞ്ഞ ആകെ ടെൻഷനും പേടിയായി. കാരണം ആദ്യത്തെ ഒരു അനുഭവമായിട്ട് ഇതൊക്കെ അതിൻ്റെതായൊരു ഒരു ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണ് ഈ ടെൻഷൻ മൊത്തം. ലീലാമ്മ ഞങ്ങളെ കണ്ട് പേടിക്കണ്ട, ഞങ്ങളാണ് ലീലാമ്മയുടെ പാട്ട് കണ്ട് സോറി ഡാൻസ് കണ്ട് അന്നം വിട്ട ആളുകള്. അല്ല ഇങ്ങനെ ഇരുന്നിട്ടൊരു ഇങ്ങനെ സംസാരിച്ചിട്ടോ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു ഇത് അറിയാൻ പാടില്ലല്ലോ. അപ്പൊ അതനുസരിച്ചൊരു ബുദ്ധിമുട്ട് ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ചോദിക്കുമ്പോഴൊക്കെ ഒരു മറുപടി തരാനൊരു താമസം തന്നെ അതാണ്. അത് സാർ, അത് ഞങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഞങ്ങളെല്ലാവരെയും ഞെട്ടിച്ച താരമാണല്ലോ ഞങ്ങളെ മുന്നിൽ നിൽക്കുന്നത്. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സന്തോഷേട്ട ഇത്രയും നല്ല കഴിവുള്ള ഒരു അമ്മയെ ഞങ്ങൾക്ക് മുൻപിലേക്ക് എത്തിച്ചതിന് വലിയൊരു നന്ദി. എന്തായാലും രണ്ടുപേർക്കും വളരെയധികം നന്ദി. ഇത്ര നേരം ഞങ്ങൾക്കൊപ്പം ലേഡീസ് ബാൻഡിൽ അതിഥിയായെത്തിയതിന് അമ്മയെ ഒരുപാട് അവസരങ്ങൾ അമ്മ ഇനി തേടി വരട്ടെ. ഇനി അങ്ങോട്ട് നമുക്ക് അടിപൊളിയാക്കണം, ഒന്നും കൂടി ഉഷാറാവണം, കലക്കണം. അപ്പം വളരെയധികം നന്ദി രണ്ടുപേർക്കും, ലീലാമ്മയ്ക്കും ഒപ്പം സന്തോഷേട്ടനും ലേഡീസ് ബാൻഡിൽ അതിഥിയായെത്തിയതിന്. നമസ്കാരം.